മിനിസ്റ്റർ നേരത്തെ പറഞ്ഞത് ഉണ്ടാക്കി ചോദിച്ചു എന്നുള്ളതാണ്. ഈ അടുത്ത വിൻഡോയിലാണ് കേരളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ ഞാനല്ല, സ്പോൺസറാണ്. ആ ചോദ്യം ചോദിക്കാണ് ചെയ്തിരിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട്? ഇപ്പൊ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ ഉണ്ടാക്കി ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. എന്നോട് ഇവിടുന്ന് ഞാൻ ഇപ്പൊ തർക്കിക്കാൻ പറ്റില്ല. എന്താ അറിയോ, അത് ശരിയാവില്ല. എന്നോട് വർത്താനം പറയാൻ മറ്റേ ഭാഷ ഞാനതല്ല. ഞാൻ സത്യസന്ധമായി നീതിപൂർവമായി പറഞ്ഞെന്താ, ആ സ്പോൺസർ പറഞ്ഞെന്താ, നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും, ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാൾ പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളത്? അതിനല്ലേ പറയുന്നത്. പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, ഇത് സത്യസന്ധമായ കാര്യമാണ്. അത് വളരെ വ്യക്തമല്ലേ. ഇനിയിപ്പോൾ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എൻ്റെ സൗകര്യത്തിന് എന്താ വെച്ചാൽ കൊടുത്തു, അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ തോന്നുന്ന മാതിരി പറയണതിന് ഉത്തരം പറയാൻ എൻ്റെ ജോലിയല്ല. പ്രത്യേകിച്ച് 24 പറയാണ്, നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എൻ്റെ. ഈ പറയുമ്പോൾ നീ ഒരു കാര്യം അറിയും. നീ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലെ ഉത്തരം പറഞ്ഞതാണ്. വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ? നിങ്ങൾ കണ്ടെത്താൻ പറ്റുള്ള സാധനമൊന്നും ഇതിലില്ല. ഈ സ്റ്റേഡിയത്തിൻ്റെ അപ്രൂവൽ അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കും. സ്റ്റേഡിയത്തിൻ്റെ നവീകരണം ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, അത് ഈ കരാറൊന്നും ഇല്ലാതെ നേരിട്ട് സ്പോൺസർ നടത്തുകയാണോ? നോക്കൂ, അയാൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അത് കഴിയട്ടെ, എന്നിട്ട് അതേക്കുറിച്ച് പറയും. നമ്മൾ ശ്രമിക്കുന്നത് നവംബറിൽ നടത്താനാണ്. നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത്. ഇല്ല, ഇതിൻ്റെ ഒരു അപ്രൂവൽ വരട്ടെ, അതുവരെ നമുക്ക് അത്. ഇപ്പോൾ അർജൻറ്റീന ഈ ഒരു വിൻഡോ കൊടുത്തിട്ടില്ല. അവരിപ്പോഴും പറഞ്ഞെന്താ, ഞങ്ങൾ ചിലപ്പോൾ ഒരു പരിശീലനത്തിനായി പോകേണ്ടി വരും ഈ വിൻഡോയുടെ സമയത്ത് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു രാജ്യത്ത് അവർ കളിക്കുമെന്ന് പറഞ്ഞില്ല. അങ്കോളയിൽ ഒരു കളിയും കേരളത്തിലൊരു കളിയുമാണല്ലോ. അത് നോക്കൂ, അതെന്നെ പറയണേ. അതിലവർ പറയണെന്താ, കേരളത്തിൽ ആ കളിക്ക് പകരം കേരളത്തിൽ ഈ ഫിഫ അപ്രൂവൽ ആയില്ലെങ്കിൽ അവർ സ്പെയിനുമായുള്ള ഒരു പരിശീലനത്തിന് പോവും അവിടെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ആ കളി തടസ്സപ്പെട്ടു എന്നല്ല. ഇത് നമ്മൾ അപ്രൂവൽ വരികയാണെങ്കിൽ അവർ തിരിച്ചു വരും. ഇത്തരത്തിൽ ഒരു സ്റ്റേഡിയം നിർമ്മാണം അത് സർക്കാരിൽ നിന്ന് അതിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യുകയാണ് അതിന്. അപ്പോൾ അതുകൂടി കാണണം. അല്ലാതെ ഇതിനൊരു നെഗറ്റീവായി നിങ്ങൾ കാണണം. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്കോളയിൽ തന്നെ ഇത്തരത്തിലൊരു കളി വരുന്നതിന് അവിടെ വലിയ രീതിയിലുള്ള എതിർപ്പ് കണ്ടില്ലേ, പത്രങ്ങളിലൊക്കെ നടക്കും. അപ്പോൾ അങ്കോളയിലുള്ള കളി, അതിലൊരു കളി മാറ്റിയിട്ടാണ് അവർ കേരളത്തിൽ വരാമെന്ന് സമ്മതിച്ചു. ഇവിടെ ഇതിൻ്റെ ഈ വിൻഡോ പ്രകാരം എന്നുള്ള കളി എന്ന് പറഞ്ഞാൽ ഫിഫയുടെ കളി തന്നെയാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മളെ അടുത്തുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ല, നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവംബർ തന്നെ നടത്തണമെന്നാണ്. മാർച്ചിൽ അവർ ഓഫറുണ്ട്. ഇപ്പോൾ മാച്ച് ഫീ എത്ര കോടി രൂപയാണ്, എത്ര $1 മില്യൺ. അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ചു വാങ്ങിയിട്ട് നമുക്ക് പറയാലോ ശരി എന്ന് പറയാലോ. പക്ഷെ അതല്ലല്ലോ ആ സ്പോൺസർ പറഞ്ഞത്. ഞങ്ങൾ ആ മാച്ച് ഫീ തിരിച്ചു വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കളിക്കില്ല, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, അത് നടക്കില്ല, ഞങ്ങൾ പണം തിരിച്ചു വരുമെന്ന് പറയും. പക്ഷെ അതല്ല നമ്മൾ പറയും. അത് നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കളി നടക്കണമെന്നാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളോടൊപ്പം നിൽക്കുക. ഇനി ബാക്കിയുള്ള വിവരങ്ങൾ 2 ദിവസം കൂടി കഴിയട്ടെ, അധിക വർഷം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജൻറ്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യം ഇവിടുന്ന് ഇഷ്ടം പോലെ മെയിലുകൾ അയക്കണം ഇവർ. അപ്പോൾ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത്. അപ്പോൾ ഈ ഫിഫയൊക്കെ നമ്മളിങ്ങനെ മെയിലയച്ച അവരുടെ വ്യവസ്ഥകൾ മാറ്റുമെന്നാണ് മന്ത്രി പറയുന്നത്. എന്ത് വ്യവസ്ഥ മാറ്റുമെന്ന് പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞു? ഇയാൾ പറയും, ഞാൻ പറഞ്ഞേ പറയും, ഇയാൾ പറയും. അല്ല, മാച്ച് വരണമെങ്കിൽ വ്യവസ്ഥകൾ പണ്ട് മുതലേ ഉള്ളതാണ്. നോക്കൂ, ഞാൻ പറഞ്ഞെന്താ, ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ തന്നെയുള്ളൂ തീരുമാനിച്ചുള്ളൂ. ഈ 2 കാര്യങ്ങൾ കൂടി മാത്രമേ നടക്കാനുള്ളൂ. അത് നടക്കും ചെയ്യും. 2 ദിവസം സമയം വേണം, അതാണ് പ്രശ്നം. അപ്പോൾ നവംബറിൽ മാച്ച് മത്സരം നോക്കൂ,
ഇത് നവംബറിൽ നടത്താനാണ് നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു തർക്കത്തിനില്ല. സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ പൂർണ്ണമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൾ പാർട്ടി എല്ലാ ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് വിളിച്ചു. അടിയന്തരമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള മീറ്റിങ്ങുകൾ വിളിച്ചു, പോലീസിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചു. അതോടൊപ്പം തന്നെ LSTD, ഫയർ തുടങ്ങിയ എല്ലാ വകുപ്പുകളെയും മീറ്റിംഗ് വിളിച്ച് ഇത് കോർഡിനേറ്റ് വരുന്നത്. പക്ഷേ 20 ദിവസം മുമ്പാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ദിവസം വൈകിട്ടുണ്ട്, 1-2 ദിവസം വൈകിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്തും അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പ്ലസ് പോയിൻ്റ് ശനിയും ഞായറും ഹോളിഡേ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ അപേക്ഷ അവർ വെക്കും. അവരും വന്ന് പരിശോധിച്ച് പോയതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ കുറേ ആയാലും ഇതിൻ്റെ തുടങ്ങിയിട്ട് ഈ കളി നടക്കും. ഈ കളി നമ്മൾ നടത്തുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചോ തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ അതിനെന്ത് വില കൊടുത്തു അത് നടത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടക്കുന്നത്.